ഐഫോൺ കസ്റ്റമൈസേഷൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ട് ഞാൻ ഒരു കസ്റ്റം ഹോം സ്ക്രീൻ ലേഔട്ടാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹോം സ്ക്രീൻ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ കയറിയത് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഈ ഒരു കസ്റ്റമൈസേഷൻ കുറച്ചും കൂടെ മുൻപോട്ട് കൊണ്ടുപോകണം. അതായത് നമ്മൾ ഈ ഒരു ഐഫോണിൽ എൻ്റെ ഒരു ലോക്ക് സ്ക്രീനാണ് നമ്മളിന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കസ്റ്റമൈസേഷൻ എന്താണെന്ന് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് ജസ്റ്റ് ഫോണിൻ്റെ ചാർജർ ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ മുകളിലായിട്ട് നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു ആനിമേഷൻ കാണിക്കുന്നതായിരിക്കും. തൊട്ട് പുറമെ നമുക്കൊരു ക്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതേ ടൈപ്പ് ഒരു ഫ്ലിപ്പ് ക്ലോക്കാണ് നമുക്ക് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ട് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ക്ലോക്കാണ്. നമുക്ക് ഡാർക്ക് തീമിലാണ് ഈ ഒരു ക്ലോക്ക് വന്നിരിക്കുന്നത്. മുകളിലായിട്ട് നമുക്കൊരു ചാർജിങ്ങിൻ്റെ ഐക്കൺ കാണാൻ പറ്റുന്നതാണ്. രാത്രി കാലങ്ങളിൽ ഫോൺ ചാർജിനിട്ടിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊരു ക്ലോക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഐഫോൺ ചെറിയൊരു മോഡേൺ ടൈം പീസ് ആക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. ആപ്ലിക്കേഷൻ്റെ പേര് MD ക്ലോക്ക് എന്നാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ ആപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലോക്ക് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പം ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പ് തന്നെയാണ് നോർമലി ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമുക്ക് മുമ്പ് ആപ്പിൾ വാച്ചിൽ നമ്മൾ ഒരു കസ്റ്റം വാച്ച് ഫേസ് സെറ്റ് ചെയ്യുന്നതും ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നിർത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കസ്റ്റം വാച്ച് ഫേസിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കും, നിങ്ങൾക്ക് ഇവിടെ കയറി കാണാവുന്നതാണ്. ഇവിടെ തൊട്ട് താഴെ നമുക്ക് ഈ ഒരു ക്ലോക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് തീംസ് നമുക്ക് ഈ ഒരു ക്ലോക്കിൽ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കുറച്ച് ഐക്കൺസ് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു ക്ലോക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടിക്ക് സൗണ്ട് കേൾക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് ഇനേബിൾ ചെയ്യാവുന്നതാണ്. അതിനെ തൊട്ടടുത്ത് നമുക്കൊരു ഓറിയൻറ്റേഷൻ ബട്ടൺ വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ക്ലോക്ക് ഇപ്പോൾ നിങ്ങൾ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ തരത്തിൽ നിങ്ങൾക്ക് ഒരു ലാൻഡ്സ്കേപ്പ് ക്ലോക്ക് നിങ്ങൾക്ക് ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വിസിബിളായിട്ട് വലിയൊരു ക്ലോക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് പോർട്രേറ്റ് മാറ്റണമെങ്കിൽ ഈ ഒരു ബട്ടൺ ഒന്നും കൂടെ പ്രസ് ചെയ്താൽ മതി. അടുത്തായിട്ട് നമ്മുടെ ആ ഒരു ഐക്കണിൻ്റെ തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബട്ടൺ കൂടെ കിട്ടുന്നതായിരിക്കും. ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ആപ്പിൽ വരുന്ന കുറേയധികം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലോക്ക്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ക്ലോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കണ്ട ആ ഒരു ക്ലോക്ക് മാത്രമേ നമുക്ക് ഫ്രീ വെർഷനിൽ വരുന്നുള്ളൂ. ബാക്കി എല്ലാ ക്ലോക്കും നമുക്ക് ആപ്പ് പ്രീമിയം വെർഷൻ എടുത്തതിൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഞാനത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലോക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്കൊരു ചെറിയൊരു പഴയ രീതിയിലുള്ളൊരു ആൻറ്റിക് പീസാണ് നമുക്കിവിടെ ഈ ഒരു ടൈം പീസാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. ഇതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. അതായത് നമുക്കൊരു കറണ്ടിൻ്റെ ആ ഒരു സൗണ്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു ക്ലോക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കുന്നത്. അതായത് ഇപ്പം ആ ഒരു സെക്കൻഡ് ടൈമർ പോകുന്ന സമയത്ത് നമുക്കൊരു കറണ്ട് അടിക്കുന്ന മാതിരി ഒരു സൗണ്ട് ആയിരിക്കും നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ക്ലോക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു ക്ലോക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നമുക്കൊരു കസ്റ്റമൈസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റിംഗ്സ് ഐക്കൺ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ക്ലോക്ക് നമ്മൾ ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത്. ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ കണ്ടും ഓട്ടോ സ്റ്റാർട്ട് വെൻ ചാർജിങ് എന്നൊരു സെക്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജർ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്ലോക്ക് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഷോർട്ട് കട്ട്സ് ആപ്പ് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമുക്ക് ഷോർട്ട് കട്ട്സ് ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ആപ്പ് കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ വന്നിട്ട് ഓട്ടോമേഷൻ സെലക്ട് ചെയ്യുക. നമ്മുടെ ഒരു ഷോർട്ട് കട്ട് ഞാൻ അവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് പുതിയതായിട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് മുകളിൽ ആ ഒരു പ്ലസ് ഐക്കൺ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കണ്ടും ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ സെലക്ട് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ട് നമുക്ക് ഈ ഒരു ചാർജർ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈസ് കണക്റ്റഡ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് മുകളിൽ വന്നിട്ട് ആഡ് ആക്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ ഈ ഒരു ക്ലോക്കിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. MD ക്ലോക്ക് എന്നാണ് ആപ്പിൻ്റെ പേര്, അത് സെർച്ച് ചെയ്യുക. താഴേക്ക് വന്നു ഇവിടെ കണ്ടും വ്യൂ ക്ലാസിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോക്കിൻ്റെ പേരാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തിട്ട് ആസ്ക് ബിഫോർ റണ്ണിങ് എന്നുള്ള ഒരു ടോഗിൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡോൺ ആസ്ക് ബിഫോർ റണ്ണിങ് എന്ന് പറയുന്നതായിരിക്കും, അതിൽ ഡോൺ ആസ്ക് കൊടുക്കുക. എന്നിട്ട് ഡൺ കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ആപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെയിനായിട്ടുള്ള സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ചാർജർ ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്ക് ചാർജിങ് ആനിമേഷൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ക്ലോക്ക് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മാക്ബുക്കിൽ അതേ സ്റ്റൈലുള്ള ഒരു ഫ്ലിപ്പ് ടോക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സൗണ്ടും ഇനേബിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഫോണിൻ്റെ ആ ഒരു ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.